വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഗായ്സ്, ഇത് നമ്മുടെ ഫസ്റ്റ് വോൺ വോയിസ് വീഡിയോ ആണ്. അപ്പൊ നമ്മളൊരു 3 ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പം ഇത് നമ്മുടെ ഫസ്റ്റ് വോൺ വോയിസ് ആണ്. എല്ലാവരും ഒന്ന് ലൈക്ക്, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ അടിച്ച് കൊല്ലം കൊട്ടാരക്കരയാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഞങ്ങള് ലക്ഷദ്വീപിലോട്ട് വന്നിട്ട് ഇപ്പൊ 1 മാസം ആയി. പിന്നെ അടിപൊളിയാണ്, സൂപ്പറാണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ ലക്ഷദ്വീപ് എന്ന് പറയുമ്പോ നമ്മളെ നാട്ടിലാണ് എല്ലാരും കാണാൻ കുടിക്കുന്ന ഒരു സ്ഥലമായിരിക്കും ലക്ഷദ്വീപ്. അപ്പൊ ഞങ്ങള് ലക്ഷദ്വീപിലാണ് ഇനി ഇങ്ങോട്ടുള്ള യാത്ര. നമ്മളിപ്പോ നിൽക്കുന്നത് ലക്ഷദ്വീപിലെ ഒരു ചെറിയ ദ്വീപിലാണ്, അതായത് കൽപ്പേനി. കൽപ്പേനി പോലെ കുറെ ദ്വീപുണ്ട്. ഇങ്ങനെ കൽപ്പേനി, അഗത്തി, കവരത്തി, അങ്ങനെ കുറെ ദ്വീപുകളുണ്ട്. അതിലൊരു ദ്വീപിലാണ് ഞങ്ങൾ നിൽക്കുന്നത്, കൽപ്പേനി. നല്ല മനോഹരമായ ക്ലൈമറ്റ്, നല്ല അതിവിശാലമായ തെങ്ങുകളും അങ്ങനെ അടങ്ങിയിരുന്ന ഒരു ചെറിയ ദ്വീപ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ അടിപൊളിയാണ്, ഉള്ളവരാണ്. ഹെൽപ്പിംഗ് മൈൻഡ് ഒക്കെ ഭയങ്കരമാണ് ഇവിടുത്തെ ആൾക്കാരുടെ, രക്ഷയില്ല, സ്നേഹമുള്ള ആൾക്കാരാണ്. പിന്നെ ഫുഡ് അടിപൊളിയാ. ഇവിടെ കുറെ താത്തമാരൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഫുഡൊക്കെ മാസ്, പിന്നെ ഇറച്ചിച്ചോറ്, അതൊക്കെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് സാധനങ്ങളാണ്. അതൊക്കെ മെയിൻ കാര്യം വെച്ചാൽ നമുക്ക് ഇവിടുന്ന് ഫ്രഷ് മീൻ കഴിക്കാം. അതാണ് ഏറ്റവും നാട്ടിൽ അനുഭവിക്കുന്ന മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ മീനുകളാണ്. പക്ഷെ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ പൊതുവെ ഈ ഒരു ഈവനിങ് ടൈം ഒക്കെ ആവുമ്പോ തന്നെ എല്ലാരും ചൂണ്ടെടുത്തോണ്ട് ഇറങ്ങും ഫ്രഷ് മീനെ പിടിക്കാൻ വേണ്ടിട്ട്. വരും വീഡിയോയിൽ കാണാൻ ഞങ്ങളും പിടിക്കുന്നത് കാണാം. അപ്പൊ ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് നിങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളിപ്പോ 4 പേര് വെച്ചാൽ ഞങ്ങള് 4 പേര് ഫാമിലി തന്നെയാണ്. അതായത് ഇതെന്റെ വൈഫാണ് ഫ്രം ഇടി, പിന്നെ ഇതെന്റെ ചേച്ചിയുടെ പിന്നെ വൈകിട്ട് ഇവിടുത്തെ വീട്ടമ്മമാരെല്ലാം കൂടി വൈകുന്നേരം ഒരു സമയം ജോലി എല്ലാം ഒതുക്കിയിട്ട് എല്ലാവരും ഇങ്ങ് വരും. എന്നിട്ട് ഓരോരോ സ്ഥലത്ത് പോയി ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതൊക്കെ കാണാൻ അടിപൊളിയാണ്, നല്ല വൈബാ. ഞങ്ങളിപ്പോൾ കൂടാറുണ്ട് അവരുടെ കൂടെ. അതും നമുക്കിനി വരുന്ന വീഡിയോസിൽ കാണാം, ഓരോ ആൾക്കാരെ പരിചയപ്പെടാം. പിന്നെ അവരുടെ പാചകങ്ങളൊക്കെ അടിപൊളിയാണ്. നമ്മുടെ അവിടുത്തെ കണക്കേ അല്ല ഇവിടുത്തെ പാചകങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് ഡിഫറെന്റ് ആണ്. ലക്ഷദ്വീപിൽ യാത്ര ചെയ്തപ്പോ എങ്ങനെ യാത്ര ചെയ്യാനുള്ള പല ചോദ്യങ്ങൾ എല്ലാവരും മനസ്സിൽ വരുമായിരിക്കും. റീൽസ് ഒക്കെ കണ്ടപ്പോ നമുക്ക് പേടിച്ചാണ് ഇരുന്നത്. ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് മുമ്പ്. അപ്പൊ ഞാൻ ഇവിടെ പേടിപ്പിച്ചാ കൊണ്ടുവന്നു ഇങ്ങോട്ട്. ബോട്ടിൽ നിന്ന് അങ്ങ് ഷിപ്പ് ചാടി ഇറങ്ങണം. പക്ഷെ നല്ല കെയർഫുൾ ആയിട്ട് കയറി വരാനും ഇറങ്ങാനൊക്കെ പറ്റും. ഗായ്സ്, നമ്മള് കൊച്ചിന്നാണ് ഷിപ്പ് കയറി വന്നത്. അപ്പം നമ്മളെ പുറം രാജ്യങ്ങളൊക്കെ പോയവർക്ക് അറിയാം, ചെക്കിങ് ഒരുപാട്. അതേപോലെ ഇവിടെ ചെക്കിങ് ഉണ്ട്, ബോഡി ചെക്കിങ്. അങ്ങനെ പക്ഷെ അധികം അങ്ങനെ നമ്മൾ ഈ എയർപോർട്ടിൽ പോകുന്ന കണക്ക് അത്രയും വലിയൊരു ചെക്കിംഗ് ഒന്നും അവിടെ ഇല്ല. എന്നാലും ചെക്കിംഗ് ഉണ്ട്. അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് അവിടെ ചെക്കിംഗ് ഉള്ളത്. അതാണ് മെയിൻ. അപ്പൊ നമ്മള് ഷിപ്പില് അവിടെ ടൂറിസ്റ്റ് ബസ്സിനകത്ത് ഷിപ്പിന്റെ അടുത്ത് കൊണ്ടുപോകും. അവിടെ ഷിപ്പ് കയറി പിന്നെ നമ്മൾ സീറ്റിംഗ് ഒക്കെ നോക്കിയിരുന്നു. പിറ്റേന്ന് രാവിലെ എപ്പോഴാ ഷിപ്പ് വൈകിട്ടാ ഷിപ്പെങ്കിൽ 8 മണിക്ക് എടുക്കുന്നെങ്കിൽ പിറ്റേന്ന് രാവിലെ ഇവിടെ എത്തും. ഷിപ്പാണെങ്കിലും ഫുഡാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഭയങ്കര നീറ്റ് ആയിരുന്നു, നല്ലതായിരുന്നു. ഷിപ്പിലായാലും നല്ല അനുഭവമായിരുന്നു. ഷിപ്പിലെ ആൾക്കാര് നല്ല സഹായമുള്ള ആൾക്കാരാണ്. എല്ലാവരും കെയർഫുൾ ആയിട്ട് ഇവിടെ കൊണ്ട് എത്തിച്ചു. എല്ലാവരും നല്ല പേടിച്ചാ വന്നത്. കുറെ റീൽസും കാര്യങ്ങളൊക്കെ കണ്ട് അത്യാവശ്യം നല്ല പേടിച്ചാ വന്നത്. പിന്നെ ഇവനും കുറെ ഞങ്ങളെ പേടിപ്പിച്ചവൻ ഇവിടെ ഉണ്ടായിരുന്നു 1 വർഷം. പിന്നെ മഴയില്ലാത്തത് കൊണ്ടാണ് സ്മൂത്ത് ആയിട്ട് വന്നതെന്നും എല്ലാരും പറഞ്ഞു. ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് ആ സമയത്ത് മഴയില്ലായിരുന്നു. അല്ലെങ്കിൽ ഡേഞ്ചർ ആണ് ഇറങ്ങാനും കയറാനൊക്കെ. പക്ഷെ ഞങ്ങൾ പേടിച്ച പോലെ അത്ര കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് അതിനെക്കാട്ടി അടിപൊളിയായിരുന്നു. മനുഷ്യരാണെങ്കിലും നാടാണെങ്കിലും എല്ലാം അടിപൊളിയാണ്. പക്ഷെ നല്ല അടിപൊളി ദ്വീപാ. നമ്മളിപ്പോ നിൽക്കുന്ന ദ്വീപ് സൂപ്പർ ദ്വീപാ. കൊച്ചിന്ന് വരുമ്പോ ഫസ്റ്റ് ദ്വീപ്. ഇത് കഴിഞ്ഞാൽ വേറെ അഗത്തി, കവരത്തി, അങ്ങനെയുള്ള ദ്വീപുകൾ ഇങ്ങോട്ടുണ്ട്. ഇവിടെ വന്നിട്ട് 1 മാസമായി. ആ 1 മാസം എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇവിടെ അടിപൊളിയാ. പിന്നെ ഇവിടെ എന്ന് വെച്ചാല് ഫുള്ള് കടലാ. നമ്മള് രാവിലെ എണീക്കുന്നത് കഥ തുറക്കുമ്പോ കാണുന്ന കടല. നമുക്ക് വീഡിയോയിലോട്ട് നമ്മൾ ഇനി കാണിച്ചു തരും ദ്വീപ് എങ്ങനാ, ദ്വീപ് എന്തൊക്കെയുണ്ട്. ഇനി അങ്ങോട്ട് വീഡിയോസ് എല്ലാരും ഫോളോ ചെയ്യുക. നല്ല നല്ല വീഡിയോസ് ആയിട്ട് കാണാൻ പറ്റും. കട്ടക്ക് സപ്പോർട്ട് ചെയ്ത്. അത് തന്നെ. ഓക്കെ, ഞങ്ങളാരും കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ഇനി അങ്ങോട്ട് കാണാം. ഓക്കെ, ടാറ്റാ. ബൈ ബൈ.